ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ അനിയത്തിയുടെ മോൻ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി കുറച്ച് ബീഫ് ഫ്രൈ റെഡിയാക്കുന്നതാണ്. അതെങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി ഒരു 3.5 കിലോ ബീഫാണ് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം തോർത്തെടുത്ത് മൺകലത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമാണ് നമ്മൾ ചതച്ചെടുത്തത് മിക്സിയിൽ. പിന്നെ അതിലേക്ക് പെരിഞ്ജീരകം നല്ലൊരു 2 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. മില്ലിൽ എടുത്ത പെരിഞ്ജീരകപ്പൊടി ആയതുകൊണ്ട് നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം മതി. തക്കാളിയോ പച്ചമുളകോ അങ്ങനെയുള്ള ചെറിയ ഉള്ളി, സവാള ഇങ്ങനെയുള്ള ഒരു സാധനം അതിലേക്ക് ചേർക്കണ്ട. അത് കേടുവന്നു പോകും. കൊണ്ടുപോകാനുള്ളതല്ലേ, പിറ്റേ ദിവസമല്ലേ അവിടെ എത്തുള്ളൂ. ഇന്ന് റെഡിയാക്കിയത് നാളെ ഇത്രയും സമയമായിട്ടുള്ള അവിടെ എത്തുക. അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇത്രയും കുറഞ്ഞ സാധനങ്ങൾ. ഇനി അതിലേക്ക് വേണ്ട ഉപ്പും ചേർത്ത് കൊടുക്കാം. കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. 3.5 കിലോ ബീഫിലേക്ക് വേണ്ട കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കുറച്ചും കൂടെ കാശ്മീരി ചില്ലി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മൺകലത്തിൽ വേവിച്ചെടുക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഫുൾ വെള്ളം വറ്റാൻ സാധ്യതയില്ല. അതുകൊണ്ട് ആ വെള്ളത്തിൽ കറിയിൽ കുറച്ച് പോകും. അതിൽ നിന്നും ഊറ്റിയെടുക്കുകയായിരിക്കും ചെയ്യുക വറ്റാതെ വരുമ്പോൾ. അതുകൊണ്ട് തന്നെ കാശ്മീരി ചില്ലി ആയതുകൊണ്ടും കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫ്രഷ് കറിവേപ്പില കുറച്ചധികം ഇട്ട് കുഴച്ച് കൊടുക്കാം. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം. മുറ്റത്തെ അടുപ്പിലാണ് വെച്ച് കൊടുക്കുന്നത്. അത് അടച്ചു വെച്ച് വേവിക്കാം. വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അത് വാർത്തെടുത്തിട്ടുണ്ട്. ഇത്രയും കറി ഉണ്ടോ അതിൽ നിന്നും ഒഴിവായി പോയിട്ടുണ്ട്. ഇനി അതുകൊണ്ട് തന്നെ അത് പൊരിച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, കുറവായതുകൊണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ നന്നായി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ആ ബീഫ് വെള്ളം തോർത്തെടുത്ത കറി ഒഴിവാക്കി വാർത്തെടുത്ത ആ കഷ്ണങ്ങൾ അതിലേക്ക് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി അത് നന്നായി വെള്ളം പോയി ഫ്രൈ ആയി കിട്ടുന്നത് വരെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. ഇതിന്റെ പകുതി ഈ ചട്ടിയിലെടുത്ത് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. എൻ്റെ കൂടാളിയിലേക്ക് കല്യാണം കഴിച്ച കലിക്കുളത്ത് സ്ഥിരതാമസക്കാരിയായ എൻ്റെ അനിയത്തിയുടെ മോനാണ് ഗൾഫിലേക്ക് പോകുന്നത്. അതിനായിട്ട് അവളുടെ വീട്ടിലാണ് ബീഫ് ഫ്രൈ റെഡിയാക്കുന്നത്. ഞാനും ഇന്നലെ വന്നതാണ് ഇവിടെ. ഇനി ഒരല്പം ഉപ്പ് പൊടിയും മുളക് പൊടിയും ആ ഫ്രൈ ആക്കുന്നതിലേക്ക് ചേർത്തിട്ടുണ്ട്. ആ കറിയിൽ ഒഴിവായി പോയത് കൊണ്ട് തന്നെ കമ്മി വേണ്ടെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് നന്നായി ഇളക്കി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ലോണം ഉണങ്ങി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇങ്ങോട്ട് ഉണങ്ങി വന്നിട്ട് അത് ഒരു 2, 3, 4 മണിക്കൂർ ചൂടാറാൻ വെക്കണം. ഇനി അതിൽ ബാക്കിയുള്ളതും കൂടെ ആ ചട്ടിയിൽ തന്നെ അത് കോരി മാറ്റിയതിന് ശേഷം ആ ചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിട്ട് ഫ്രൈ ആക്കി കൊടുക്കുന്നുണ്ട്. കൂടുതൽ അരവുകളും മസാലകളും ഒന്നും തന്നെ ചേർക്കാതെയാണ് ഇത് റെഡിയാക്കുന്നത്. കേടുവരാതിരിക്കാൻ വേണ്ടി. ഫ്രിഡ്ജിലൊന്നും അല്ലല്ലോ വെക്കുന്നത്, യാത്രയിലല്ലേ. പ്ലെയിൻ യാത്രക്ക് നമുക്ക് പെട്ടി കെട്ടാക്കുമ്പോൾ 30 കിലോ വെയിറ്റിൽ കൂടാൻ പാടില്ല പെട്ടി എന്നാണ്. പിന്നെ ഒരു 6 കിലോ ഉള്ള വേഗം കൂടിയുള്ളൂ കൊണ്ടുപോകാൻ പറ്റുക. അതുകൊണ്ട് ഇതൊക്കെ ചൂടാറി ഫ്രൈ ആയി വന്ന് നന്നായി ചൂടാറിയതിന് ശേഷം പാക്ക് ചെയ്യുന്നുണ്ട്. അത് ഒരു പാക്കറ്റിൽ ഇട്ട് ഒട്ടിച്ചു കൊടുത്ത് മറ്റൊരു പാക്കിലും കൂടി ഇട്ട് കവർ ചെയ്യാം, ഒട്ടിച്ചു കൊടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തും സഹകരിക്കണം. ഇത് ഒക്കെ റെഡിയാക്കി പെട്ടിയിലാക്കി പെട്ടി കെട്ടാക്കുന്നുണ്ട്. ചക്കയും മാങ്ങയും ഒക്കെ കൊണ്ടുപോകാൻ എടുത്തു വെച്ചതൊക്കെ പെട്ടിയിൽ നിന്നും മാറ്റേണ്ടി വന്ന 30 കിലോയിൽ കൂടുതലായതുകൊണ്ട് ചക്കയും മാങ്ങയും ഒന്നും തന്നെ കൊണ്ടുപോകുന്നില്ല.
അവൻ്റെ ഡ്രസ്സും മറ്റു സാധനവും അച്ചാറും മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ബീഫ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെയുള്ളൂ കൊണ്ടുപോകാൻ പറ്റിയിട്ട്. വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പെട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നാളെ സുബൈക്ക് എൻ്റെ മോൻ പോവും. വീണ്ടും ഒരു വീഡിയോയുമായി വരാം ഇൻഷാ